ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആദ്യമായിട്ട് സ്കൂളിൽ പോയ ദിവസം ഓർമ്മയുണ്ടോ? LKG പോയ ദിവസം ഓർമ്മയുണ്ടോ? ചിലർ പറയും ഓർമ്മയുണ്ട് എന്ന്, ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ഞാൻ പറയും, അന്നത്തെ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ലെങ്കിലും അന്ന് എന്താണ് ഇമോഷണലി ഫീൽ ചെയ്തത് എന്നുള്ളത് ഓർമ്മയുണ്ടാകും എന്നാണ് പറയുന്നത്. ഓർമ്മയില്ലെങ്കിലും അത് നമ്മുടെ ബ്രെയിൻ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു LKG ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടു. കുട്ടി ഭയങ്കര കരച്ചിലാണ്. അമ്മ സാധിക്കുന്നത്ര ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്, കൂടെ അമ്മയും കരയുന്നുമുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ കുറേ അടവുകളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ കുട്ടി ഒരു നിലയ്ക്കും സ്കൂളിൽ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് പേരുടെ കമൻസ് കണ്ടു. ഇങ്ങനെയൊക്കെ കരയുന്ന കുട്ടികൾ ഭാവിയിൽ മിടുക്കരാകും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസും ഞാൻ കണ്ടു. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് കുഞ്ഞിൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നാണ്. നമുക്ക് തോന്നും ഇത് ചെറിയൊരു കാര്യമല്ലേ, എല്ലാ കുട്ടികളും കരയും, അല്ലെങ്കിൽ ചില കുട്ടികളെങ്കിലും കരയും. ഞാൻ പറയുന്നത്, ഒരു 3 വയസ്സുകാരൻ്റെ ലോകം എന്താണ് യഥാർത്ഥത്തിൽ? അവൻ്റെ അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ സിബ്ലിങ്സ്, കുറേ കളിപ്പാട്ടങ്ങളും ഇത്ര മാത്രമല്ലേ അവൻ്റെ ലോകമായിരുന്നുള്ളൂ. പെട്ടെന്നൊരു ദിവസം അറിയാത്തൊരു സ്ഥലത്തേക്ക്, അറിയാത്തൊരു ടീച്ചറുടെ അടുത്തേക്ക്, അറിയാത്ത കുറേ നിയമങ്ങളുടെ നടുവിലേക്കൊക്കെ പോകുമ്പോൾ അവൻ്റെ ബ്രെയിൻ അവനോട് പറയും ഇറ്റ് ഈസ് ഡേഞ്ചർ എന്നുള്ളത്. ട്രോമ അല്ല കേട്ടോ, ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി മാത്രം. സൈക്കോളജിയിൽ ഇതിനെ സാധാരണ വളർച്ചയുടെ ഭാഗമായിട്ടാണ് നാം കാണുക. പക്ഷേ അമ്മയോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടി പെട്ടെന്ന് ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്ന് വേറിട്ട് പോകേണ്ടി വരുമ്പോൾ ഉള്ള ഒരു ചെറിയ ഒരു പ്രശ്നം മാത്രമാണ്. അപ്പം കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ കളിപ്പാട്ടമോ ഒന്നുമല്ല, ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റാണ്. കുഞ്ഞിൻ്റെ മനസ്സിൽ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് ഒരു പേടി തോന്നിയാൽ ഞാൻ ആരുടെ അടുത്തേക്കാണ് ഓടുക? അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരമുള്ള കുട്ടികൾ പിന്നീട് വളരെ കറേജിയസ് ആയിട്ടും ആത്മവിശ്വാസമുള്ളവരൊക്കെ ആയിട്ട് വളരും. മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വേറൊരു ക്ലാസിക് ഡയലോഗ് കൂടിയുണ്ട്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറുമ്പ് കാണിച്ചാൽ ഞാൻ ടീച്ചറെ വിളിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ നീ കുറേ നല്ല പാഠങ്ങളൊക്കെ പഠിക്കും എന്നൊക്കെ കുട്ടിയോട് പലരും പറയാറുണ്ട്. കുട്ടിയുടെ മനസ്സിലിപ്പോൾ സ്കൂളും ലേണിംഗ് പ്ലേസും ഒക്കെ എന്തായിട്ട് മാറി? അതൊരു പണിഷ്മെൻറ്റ് പ്ലേസ് ആയിട്ടല്ലേ മാറിയത്. അതിനുശേഷം കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കുട്ടി അതിന് തീരെ സമ്മതിക്കാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു കാര്യം, LKG ആദ്യമായിട്ട് കുട്ടികൾ പോകുമ്പോൾ കുട്ടികൾ മാത്രമല്ല, ചില അമ്മമാരും വീട്ടിലെത്തിയിട്ട് കരയാറുണ്ട് എന്നാണ് പറയുന്നത്. ചില അച്ഛന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടും. അപ്പോൾ കുഞ്ഞ് വളരുന്നു എന്ന സന്തോഷമുണ്ട്, അതേസമയം കുഞ്ഞ് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. അത് ഒരുമിച്ചാണ് വരുന്നത്. അവിടെ ടീച്ചർക്കും നല്ലൊരു റോളുണ്ട്. ടീച്ചർ ശരിക്കും ഒരു ഇമോഷണൽ ബ്രിഡ്ജ് ബിൽഡറാണ് എന്നാണ് പറയുക. കുഞ്ഞ് അമ്മയിൽ നിന്ന് ടീച്ചറിലേക്ക് ആ ഒരു ട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ A for ആപ്പിൾ എന്ന് പഠിപ്പിക്കുന്നതിനേക്കാളും പ്രധാനമാണ് A for ആക്സെപ്റ്റൻസ്. കുട്ടിയെ സ്വീകരിക്കൂ. അതുപോലെ തന്നെ B for ബിലോങ്ങിങ് ആൻഡ് C for കണക്ഷൻ. അങ്ങനെയാണ് കുട്ടി ആ സുരക്ഷിതത്വം പഠിക്കേണ്ടത്. കുട്ടിക്ക് എന്താണ് ഞാനിവിടെ പഠിക്കുന്നത്, എന്താ ഇവിടെ പഠിപ്പിക്കുന്നത്, ഇതൊന്നും കുട്ടിയുടെ മനസ്സിലേ ഇല്ല. ഇമോഷണൽ സേഫ്റ്റി, അതാണ് കുട്ടിക്ക് പ്രധാനം. അപ്പോൾ ഫിയർ അലാം സിസ്റ്റമാണ് ഈ അമിഗ്ഡല എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമിഗ്ഡല ഫിയർ എലമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് ശരിക്കും ലേണിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ന്യൂറോ സയൻസ് പ്രകാരം പറയുന്നത് ഈ 2 കാര്യം, അമിഗ്ഡലയും പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ഒരുമിച്ച് വർക്ക് ചെയ്യില്ല എന്നാണ്. അപ്പോൾ ടീച്ചറെ ഒരിക്കലും ഒരു പണിഷ്മെൻറ്റ് തരുന്ന ഒരാളായിട്ടൊന്നും കുട്ടിയുടെ മുൻപിൽ ചിത്രീകരിക്കാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടിയെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. പിന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പോരുമ്പോൾ ഒളിച്ചോടി പോരില്ലേ അമ്മമാർ, ഞാൻ പോരുന്ന കണ്ടാൽ കരയുമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ചെയ്യരുത്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ പോരാനായിട്ട് ശ്രമിക്കുക. അപ്പം അതുപോലെ തന്നെ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ
ഇന്ന് എന്താ പഠിച്ചേ എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് സംഭവിച്ചേ എന്ന് മാത്രം ചോദിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് കുറേ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. അതിൽ അവർക്ക് പഠിക്കാനായിട്ട് കുറേ വികാരങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, എങ്ങനെയാണ് കൂട്ടുകാരെ സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പൊതുസ്ഥലത്ത് പെരുമാറേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കും. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളിന്ന് സ്കൂളിലേക്ക് അയക്കുന്ന കുഞ്ഞ് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ സൈക്കോളജിസ്റ്റോ ഒക്കെ ആകാം, അല്ലെങ്കിൽ ലോകം തന്നെ മാറ്റുന്ന ഒരാളായിട്ട് മാറാം. പക്ഷെ അതിനു മുൻപ് അവൻ ഒരു ചെറിയ കുഞ്ഞാണ്. അവൻ ആദ്യം വേണ്ടത് പഠനമല്ല, അവനൊരു സേഫ്റ്റി, സുരക്ഷിതത്വം, ആത്മവിശ്വാസം, സ്നേഹമൊക്കെയാണ് അവന് വേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷേ അവർക്ക് നല്ല ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ട് എല്ലാ കുട്ടികൾക്കും. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അവർ മറന്നാലും നിങ്ങൾ അവർ എങ്ങനെയാണ് അവർ ഫീൽ ചെയ്തത്, അവരെങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ളത് വർഷങ്ങളോളം ഓർത്തിരിക്കും. അതുകൊണ്ട് സ്കൂൾ ബാഗിൽ പുസ്തകങ്ങൾ മാത്രം നിറയ്ക്കരുത്. അവരുടെ ഹൃദയത്തിൽ നല്ല ആത്മവിശ്വാസവും സ്നേഹവും ഒക്കെ നിറച്ചു കൊടുക്കും. കാരണം ഇന്നത്തെ സുരക്ഷിതമായ കുട്ടിയാണ് നാളെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. ഒരു കുട്ടിയുടെ ആദ്യ സ്കൂൾ ദിനം ഒരു ക്ലാസ്സിൻ്റെ തുടക്കമല്ല, അതൊരു വ്യക്തിത്വത്തിൻ്റെ യാത്രയുടെ തുടക്കമാണ്. അപ്പോൾ എല്ലാ മാതാപിതാക്കളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സ്കൂൾ കൊടുക്കാൻ ശ്രമിക്കൂ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ കുട്ടിക്ക് വീട്ടിൽ ഒരു സുരക്ഷിതമായ ഒരു ഹൃദയം കൊടുക്കാൻ ആണ്. കാരണം ഒരു കുട്ടിക്ക് ലോകം കീഴടക്കാനുള്ള ധൈര്യം വരുന്നത് അവന് തിരിച്ചു വരാനായിട്ട് സുരക്ഷിതമായ ഒരു ഇടം, അവൻ്റെ കുടുംബം, അവൻ്റെ പാരൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ വിജയിക്കട്ടെ, അതിലും കൂടുതൽ അവർ സന്തോഷമുള്ള നല്ല മനുഷ്യരായി വളരട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ പാരൻസ്. താങ്ക് യു.